നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയത് ഇന്നലെയാണ്. ഇപ്പോഴിതാ അമേരിക്കയിൽ പുലർച്ചെ നിന്നുള്ള വാർത്തകൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയിൽ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം എവിടെ പോയാലും തന്നെയാണോ അവസ്ഥ എന്ന ചോദ്യവുമായി സമൂഹ മാധ്യമങ്ങളിൽ മാൻഡ്രാറ്റ് ട്രോൾ വീണ്ടും ഇടം പിടിക്കുകയാണ്. മാത്രവുമല്ല, മുഖ്യമന്ത്രി കേരളം വിട്ടതും അച്യുതാനന്ദൻ സഖാവ് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതും വാർത്ത ഒരേ സമയമാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് മാൻഡ്രൈക്ക് എന്ന് വീണ്ടും വീണ്ടും ഇദ്ദേഹം തെളിയിക്കുകയാണല്ലോ എന്നുള്ള ചോദ്യങ്ങളും തമാശകളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞു. പുലർച്ചെയുള്ള വിമാനത്തിൽ ഭാര്യ കമലയ്ക്കും സഹായികൾക്കും ഒപ്പമായിരുന്നു യാത്ര. ചീഫ് സെക്രട്ടറി എ ജയതിലകും പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും മുഖ്യമന്ത്രി യാത്രയയക്കാൻ പുലർച്ചെ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. യുഎസിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ചുമതല ആർക്കും തന്നെ കൈമാറിയിട്ടുമില്ല. യുഎസിലിരുന്ന് സംസ്ഥാന ഭരണം നിയന്ത്രിക്കുക മുഖ്യമന്ത്രി തന്നെയാവും. ആവശ്യമെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ ഓൺലൈനായും പങ്കെടുക്കും. ഫയലുകൾ ഈ ഓഫീസ് വഴി കൈകാര്യം ചെയ്യും. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ആരോഗ്യ രംഗത്തെ പോരായ്മകൾ സംബന്ധിച്ച വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി തുടർ ചികിത്സയ്ക്കായി യുഎസിലേക്ക് പോയിരിക്കുന്നത്. മുൻപ് മയോ ക്ലിനിക്കിൽ നടത്തിയിരുന്ന ചികിത്സയുടെ ഭാഗമായുള്ള പരിശോധനകൾക്കായാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. 10 ദിവസത്തോളം അദ്ദേഹം യുഎസിലായിരിക്കുമെന്നാണ് ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ മിന്നൽ പ്രളയത്തിൽ ടെക്സാസിൽ 13 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഗ്വാഡലൂപ്പ് നദിയിലാണ് ജലനിരപ്പ് ഉയർന്നത്. 23 പേരെ പ്രളയത്തിൽ കാണാതാവുകയും ചെയ്തു. അപ്രതീക്ഷിതമായി 30 അടിയോളം ജലനിരപ്പ് ഉയരുകയും ചെയ്തു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തീർത്തും അപ്രതീക്ഷിത ദുരന്തമാണ് ഉണ്ടായത്. പ്രളയത്തിൽ കാറുകളും മറ്റും ഒഴുകി പോവുകയും ചെയ്തു. പെൺകുട്ടികളുടെ സമ്മർ ക്യാമ്പ് ഇവിടെ നടക്കുകയായിരുന്നു. ഇതിനിടെയാണ് അപ്രതീക്ഷിത ദുരന്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും പെൺകുട്ടികളാണ്. കൂടുതൽ രക്ഷാപ്രവർത്തകരെ എത്തിച്ച് തെരച്ചിൽ ഊർജിതമാക്കാനാണ് ശ്രമം. വെള്ളിയാഴ്ച ടെക്സാസിലെ ഗ്വാഡലൂപ്പ് നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയായിരുന്നു. പെൺകുട്ടികൾ മാത്രമാണ് ക്യാമ്പിലെ ഒറ്റപ്പെട്ടു പോയ അംഗങ്ങൾ. ഇതോടെ ഒറ്റപ്പെടുകയായിരുന്നു. 1987 ഉണ്ടായ സമാനമായ ഒരു വെള്ളപ്പൊക്കം സമാനമായ ക്യാമ്പിൽ പങ്കെടുത്ത 10 പേരുടെ ജീവൻ അന്ന് എടുത്തിരുന്നു. അപ്രതീക്ഷിതമായ ഇടിമിന്നലിൽ ഒരു തണുത്ത കാലാവസ്ഥ ശക്തിപ്പെട്ട് അതിതീവ്ര മഴ പെയ്യുകയായിരുന്നു. 1987 സമാന സാഹചര്യമാണ് ഇവിടെയും ഉണ്ടായത്. ഇത്തവണ നദിയിലെ വെള്ളപ്പൊക്കം സെൻട്രൽ ടെക്സസിലെ ഒരു വേനൽക്കാല ക്യാമ്പിലും വീടുകളിലും ആഞ്ഞടിച്ചു. ടെക്സസിലെ ഹണ്ടിലെ ക്വാഡലൂപ്പ് നദിക്കരയിലുള്ള ക്യാമ്പ് മിസ്റ്റിക്കയിൽ നിന്ന് രാത്രിയിലെ മഹാപ്രളയത്തെ തുടർന്ന് കുറഞ്ഞത് 20 പെൺകുട്ടികളെ എങ്കിലും കാണാതെയായിരുന്നു. മേഘവിസ്ഫോടനമാണ് അതിതീവ്ര മഴയുണ്ടാക്കിയത് എന്നാണ് നിഗമനം. ഒരു പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്കയിലാണ് ജപ്പാൻ ജനത. ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റായ 70 വയസ്സുകാരി റിയോ തത്സുഗിയാണ് ഇന്ന് ജപ്പാനിൽ സുനാമി ദുരന്തം ഉണ്ടാകുമെന്ന പ്രവചനവും നടത്തിയിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജപ്പാനിലേക്ക് പോയിരുന്നെങ്കിൽ അവിടെയും സമാനമായ സംഭവ വികാസം ഒരുപക്ഷെ പ്രവചനം നടന്നേനെ എന്നുള്ള കളിയാക്കലൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളയിടത്ത് തൽക്കാലം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് റിപ്പോർട്ട് വരുന്നത്. എന്തായാലും അദ്ദേഹം കാലുകുത്തി അന്ന് തന്നെ ഈ പ്രശ്നം ഉണ്ടായല്ലോ എന്നുള്ളത് വലിയ അത്ഭുതമൊന്നുമില്ല എന്നും ഇനി ലോകം തന്നെ അവസാനിക്കാതിരിക്കട്ടെ എന്നുള്ള തമാശ രൂപേണയുള്ള കമന്റുകളൊക്കെ ഒക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്.